ഗൂഢാലോചന നടത്തിയത് ഈ മോന്മാർ. അങ്ങനെ ആ സത്യം പുറത്തു വന്നിരിക്കുകയാണ്. രാഹുലിനെതിരെ ഗൂഢാലോചന നടത്തി അഭിസാരികമാരെ ഇറക്കി നാണം കെടുത്തിയത് കേക്കച്ചനും രമേശ് ചെന്നിത്തലയുമാണ് എന്ന യാഥാർത്ഥ്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തക ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയും സതീശനുമാണ് സകല ആസൂത്രണവും നടത്തിയതെന്ന് യുവതി തൻ്റെ നേതാക്കന്മാർക്കെതിരെ ക്രൈംബ്രാഞ്ചിന് അല്പസമയം മുമ്പ് മൊഴി കൊടുത്തു. അടുത്ത ദിവസം ഈ രണ്ട് നാറികളെയും മൊഴിയെടുക്കുവാൻ ക്രൈംബ്രാഞ്ച് തൂക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവരും എന്നാണ് വിവരം. പോയി ചത്തോടടാ നിനക്കൊക്കെ, നാണം കെട്ടവന്മാർ. ഇതുകൊണ്ടാണ് ഇവന്മാർ യുവതികൾ പരാതിയൊന്നുമില്ലെന്ന് പോലീസിന് മൊഴി കൊടുത്തപ്പോൾ ഇവന്മാർ രണ്ടും അങ്കലാപ്പിലായതും എടുത്ത ശിക്ഷാ നടപടി പിൻവലിക്കാത്തതും. പ്രേക്ഷകരെ, ഏതാണ്ട് കാര്യങ്ങൾ ക്ലിയറായി വരികയാണ്. സത്യം വിജയിച്ചു. ഉമ്മൻചാണ്ടിയെ കൊടുക്കിയ ഈ രണ്ട് നാറികളും ഇപ്പോൾ ഇതാ രാഹുലിനെയും പെടുത്തുവാൻ ശ്രമിക്കുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ പുറത്തു വരികയാണ്. രാഹുലിന് നീതി തേടിയുള്ള ജനങ്ങളുടെ മുറവിളി തുടരുന്നു. മിഷൻ 60യുടെ 15ാം ദിനമായി ഇന്ന് രാഹുലിനെ പെടുത്തുവാൻ നോക്കിയ പ്രകാശമുള്ള ആ അമ്മയുടെ ഈ രണ്ട് മക്കളെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. i2 ന്യൂസ് റിയാക്ട് ഫോറായി ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. പ്രതിപക്ഷ ഒരു പ്രസ്താവന ഇറക്കുന്നുണ്ട്. കേരളം മുഴുവൻ കടൽ പോലെ ഇളകി വന്നാലും അയാൾ അനങ്ങില്ല എന്ന് പറഞ്ഞു. അയാളുടെ മൈൻഡ് മാറില്ല പറഞ്ഞു. ഒരു പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ഒരു പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ഒരു സമൂഹമാണ്, ഒരു കൂട്ടായ്മയാണ്. അല്ല, ഞാൻ പറയാം, ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് CPM ആയിക്കോട്ടെ, CPI ആയിക്കോട്ടെ, കേരള ജോസഫ് ആയിക്കോട്ടെ, മാണി ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു BJP ആയിക്കോട്ടെ, ഒരു പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ഒരു കൂട്ടായ്മയാണ്. അതിലൊരു വ്യക്തി പറയാണ് കേരളം മുഴുവൻ ഇറങ്ങിയത്, കേരളത്തിലെ ഇപ്പോൾ ഭരണത്തിന് ഇതുള്ളൂ, CPM ഉള്ളൂ, ഒരു CPM ഉള്ളൂ. ഈ CPM പിണറായി വിജയൻ ഒരു വ്യക്തിയല്ല, കുറേ ആളുകൾ ചേർന്നൊരു പ്രസ്ഥാനമാണ് CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ്, ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇയാൾക്ക് എങ്ങനെ ഇത് പറയാൻ ധൈര്യം വരുന്നു? അപ്പൊ ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ 10 വർഷമായി ഇപ്പോൾ ഭരണം നഷ്ടപ്പെട്ടത്. സാധാരണ പ്രവർത്തനം, ഞാനൊരു UDFന്റെ ഒരു അനുഭാവിയാണ്, UDFന് വോട്ട് ചെയ്ത വ്യക്തിയാണ്, UDFന്റെ എല്ലാ UDFന്റെ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്, UDFന്റെ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ഇപ്പൊ ഞങ്ങളുടെ UDFന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ ചെന്നാൽ ഒരു വിലയില്ല. ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണല്ലോ UDFന്റെ ഒരു അടിത്തട്ട്, LDFന്റെ അടിത്തട്ട് എന്ന് പറയുന്നത് പഞ്ചായത്തിലെ BJP അടിത്തട്ടുന്ന പഞ്ചായത്തിൽ മുതലാണല്ലോ അടിത്തട്ട്. ഒരു വിലയില്ല. ഇയാൾ ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ, ഒരു പ്രവർത്തകൻ, ഒരു യൂത്ത്, എനിക്ക് 19 വയസ്സായി, ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എന്ത് അടിസ്ഥാനത്തിൽ ഇയാളെ ഈ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളും? എനിക്കറിയാം. ഇയാൾ പറഞ്ഞ കേരളം കടൽ പോലെ അടിച്ചു വന്നാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി മുതൽ കരുണാകരൻ മുതൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വന്ന് കയറി വരുമ്പോൾ കരുണാകരൻ DCC ഉണ്ടാക്കി, DAC ഉണ്ടാക്കി, ഡിക്ക് ഉണ്ടാക്കി, പോയി തിരിച്ച് വീണ്ടും കോൺഗ്രസ് ചെയ്തു. മുരളീധരൻ ഒരു മെമ്പർഷിപ്പ് തരുമെന്ന് തിരിച്ചു വന്നു. എനിക്കൊരു അഭിപ്രായം പറയാനുള്ള ചേട്ടാ സുനിൽ സാറേ, രാഹുൽ മാങ്കൂട്ടത്തിനാണ് ഇത്ര അവജ്ഞ കാണിക്കുന്ന ഇയാൾക്കെതിരെ പറവൂര് രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിന് അവനെതിരെ മത്സരിക്കണം. എന്തായാലും രാഹുലിനെ തിരഞ്ഞെടുക്കണല്ലോ പറഞ്ഞേക്കണേ. പ്രവർത്തിക്കാനായിട്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് ആയിരക്കണക്കിന് പ്രവർത്തകർ, 100 പ്രവർത്തകർ അവിടെ എത്തും. കെട്ടിവയ്ക്കാനുള്ള കാഴ്ച ഞാൻ കൊടുക്കും. എൻ്റെ നമ്പർ നിങ്ങളുണ്ടല്ലോ, ഇയാൾക്ക് തെരഞ്ഞെടുപ്പിന് കെട്ടിവെക്കാനുള്ള പൈസ ഞാൻ കൊടുക്കും. ഞാനും എൻ്റെ തൊഴിലാളികളും ഇയാൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ചെയ്യും. ഇവൻ രാഹുൽ എന്താ ചെയ്യണമെന്നറിയോ? അന്തസ്സായിട്ട് ചെയ്ത് പറവൂർ മത്സരിക്കണം. ഇവനെ എന്തായാലും വല്ല കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയെന്നല്ല പറഞ്ഞേ. പറവൂർ മത്സരിക്കാൻ രാഹുൽ, അവൻ തന്തയ്ക്ക് അവന് പട്ടാളക്കാരൻ മകനാണെന്നാണ് എൻ്റെ അറിവ്. ഒരു പട്ടാളക്കാരനും ഒരു കൃഷിക്കാരനുമാണ് ഈ രാജ്യത്തിന്റെ നട്ടലെന്നുള്ളത് ഒരു ഓർമ്മ വേണം. ഒന്ന് നമ്മൾ ജയ് ജവാൻ, പണ്ട് ഓർക്കുന്നത് ജയ് ജവാൻ ജയ് കിസാൻ എന്നാ പറഞ്ഞത്. ഒരു കർഷകനാണ് ഞാൻ, വേറെ വലിയ മുതലാളി, കർഷകനാണ്, വലിയ ഇതൊന്നുമില്ല. കൃഷിക്കാരനെന്നുള്ളത് പറയുന്നതിന് എനിക്ക് ഒരു നാണക്കേടുമില്ല. പക്ഷെ എൻ്റെ മക്കളെ ഞാൻ കൃഷി എന്ന് പറയുന്ന ഫീൽഡിലേക്ക് അടുപ്പിച്ചിട്ടില്ല. കാരണം അറിയോ, ഇന്ന് കൃഷിക്കാർക്ക് ഈ ഭൂമിയിലൊരു വിലയില്ല, കേരളത്തിൽ വിലയില്ല. എന്നാൽ തമിഴ്നാട്ടിൽ ചെന്നാലോ വ്യവസായം, അവരെ പറഞ്ഞ വ്യവസായം എന്ന് പറയും, അവർക്ക് വിലയുണ്ട്, അവരുടെ ഓഫീസിന് വിലയുണ്ട്. ഒരു സർക്കാർ ഏത് ഓഫീസിന് കൃഷിക്കാരനൊരു വ്യവസായം, അവർക്ക് കൃഷിക്കാരൻ എന്ന് പറയില്ല. അവിടെ ചെന്ന് തമിഴ്നാട്ടിൽ ചെന്ന വ്യവസായം എന്ന് പറയാം. ആ വ്യവസായം എന്ന് പറഞ്ഞ ഒരു കൃഷിക്കാരൻ, ഒരു 2 ഏക്കർ 3 ഏക്കർ 5 ഏക്കർ കൃഷി ചെയ്യുന്ന ഒരു കൃഷിക്കാരൻ എന്ന് പറഞ്ഞ ഒരു ഓഫീസിൽ ചെയ്യുന്ന അതിന് വിലയുണ്ട്. കേരളത്തിൽ കൃഷിക്കാരൻ എന്താ വിലയുള്ളത്? പട്ടിയുടെ വിലയുണ്ട്, തെരുനാട് വിലയില്ല. ഇവന്റെ ആ ഒറ്റ പ്രസംഗം മതി സാറ്. എടാ വിജയനില്ല, താങ്കളെ മനുഷ്യനെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇല്ലേ? ഒറ്റ പ്രസംഗം. ഈ കേരളത്തിൽ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ് ആ രാഹുൽ ചോദിച്ചത് നിയമസഭയിൽ.
നിങ്ങളെ കഴുകനെന്ന് വിളിച്ചിട്ടുണ്ട്, പരുന്ന് വിളിച്ചിട്ടുണ്ട്, എല്ലാം നിങ്ങളെ മനുഷ്യൻ ആരിലും പറഞ്ഞിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ഇല്ലേ? ആ ഒറ്റ പ്രസംഗം മതി കേരളത്തിലെ എല്ലാ ജനങ്ങളും ഏറ്റെടുക്കാൻ അവനെ. ഇതുവരെ ഈ സതീശൻ ചോദിച്ചിട്ടുണ്ടോ, ഈ രമേശ് ചെന്നിത്തല ചോദിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ ഏറ്റവും നട്ടലുള്ളൊരു KPCC പ്രസിഡന്റ് ആയിരുന്നു സുധാകരൻ, അയാൾ പോലും ചോദിക്കാതെ ചോദ്യമാണ് ചോദിച്ചത്, മനുഷ്യ, നിങ്ങൾ മനുഷ്യനല്ല, വിജയ, നിങ്ങളെ കഴുകനെന്നും പാമ്പെന്നും മലരെന്നും മറ്റൊന്നൊക്കെ വിളിച്ചിട്ടുണ്ട്, മനുഷ്യനെന്ന് നിങ്ങളെ ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുപ്പെട്ടുകാർ വിളിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടില്ലേ? ഉണ്ടോ? ആ ചോദ്യം ചോദിക്കാൻ തന്നെയുള്ള ചെറുപ്പക്കാരനെ ഈ സതീശൻ എന്തൊരു വ്യക്തിയാണ്, ഇവൻ എന്താ ഇവന്റെ വിചാരം? ചോറ പ്രസാദ് സാറേ, ഇന്നലെ ഈ VD സതീശന്റെ വാക്കുകൾ കേട്ടിട്ട് ഉറക്കം വന്നില്ല സാറേ, സത്യം പറയാണ്. ഉറങ്ങാൻ കഴിയുന്നില്ല. 10-20 വർഷമായി കോൺഗ്രസുമായിട്ട് അവരുടെ കമ്മിറ്റിക്കോ പ്രവർത്തനമോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും മനസ്സിൽ കോൺഗ്രസ് ഉള്ളത് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇവൻ ഇന്നലെ പറഞ്ഞത് എന്താണ്? കടലിരമ്പി വന്നാലും കേരളത്തിലെ ജനങ്ങൾ മൊത്തം വന്നാലും അവനും അവന്റെ കളിപ്പാട്ടവുമായിട്ടെടുത്ത തീരുമാനം നടപ്പിലാക്കുമെന്ന്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ UDF കുറെ ഘടകകക്ഷിയും അതിന്റെ നേതാക്കന്മാരും ഒക്കെ ഉണ്ടല്ലോ, മുസ്ലിം ലീഗും ഒരു ഒക്കെ. പിന്നെ കുഞ്ഞാലിക്കുട്ടിക്കൊന്നും പറയാൻ പറ്റൂല, കാരണം ഇത് വിഷയം വേറെയാണല്ലോ. സാറേ, നമ്മളൊന്നും മനസ്സിലാക്കണം. എന്റെ ഓർമ്മയിൽ എനിക്കിപ്പോ 63 വയസ്സായി. കേരളത്തിലെ ജനങ്ങൾ ഇത്രയും മനോവിഷമത്തിൽ ഒരു ഓണം പിന്നിട്ടിട്ടില്ല. ഈ ഓണക്കാലത്ത് ഈ VD സതീശൻ നമുക്ക് വിളമ്പിത്തന്ന ദുഃഖം എത്രയോ വലുതാണെന്ന് അറിയാം. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ വിധം വറുത്തു കോരി അവൻ CPM-ന്റെ കളത്തിലേക്ക് ഇട്ടുകൊടുത്തു, ശത്രുക്കളുടെ കളത്തിലേക്ക് ഇട്ടുകൊടുത്തവൻ. അവൻ ഇന്നലെ പറയുന്നു, അവന്റെ ആ സംസാരവും ആ ധിക്കാരവും ഒക്കെ ഒന്ന് നോക്ക, എത്ര ധാർഷ്ട്യത്തോടു കൂടി ഞാൻ ഇവന്റെ നമ്മൾ മോശമായ പദപ്രയോഗം നടത്താൻ നമുക്ക് നല്ലോണം അറിയാം. പ്രത്യേകിച്ച് ഞാൻ നീണ്ടകരയില് കടപ്പുറത്ത് ജനിച്ചു വളർന്ന ഒരുത്തനാണ്. വളരെ ഭംഗിയായ രീതിയിൽ അവനെ മോശമായ പദപ്രയോഗം നടത്താൻ നമുക്കറിയാം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇവൻ യഥാർത്ഥത്തിൽ ഇവന് ഒരു ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടോ ഇവൻ കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് ഈ ഓണമായിട്ട് അവൻ നൽകിയത്? കോൺഗ്രസിന്റെ പ്രവർത്തകര് അതിക്രൂരമായി മർദ്ദിക്കപ്പെട്ട് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ കേരളത്തിൽ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുമ്പോ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനുള്ളിൽ എന്ത് നടന്നു എന്ന് വളരെ പച്ചയായി നഗ്നമായി കൃത്യമായി ബോധ്യപ്പെടുന്ന വിധം ഒരു കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് സുജിത്ത്, മണ്ഡലം പ്രസിഡന്റ്, അതിനുപരി ദൈവികമായി വിശ്വസിക്കുന്ന ദൈവവിശ്വാസങ്ങൾക്ക് കർമ്മങ്ങളിൽ ഏർപ്പെട്ട് ആ പ്രവൃത്തിയിലേക്ക് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി പോലീസ് മർദ്ദനമേറ്റ് കേരളം ആ മനോവേദനയിൽ കഴിയുമ്പോ ഇവൻ പാന്റും കോട്ടും ടൈയും കെട്ടി അവൻ വിദേശത്ത് പോയി അവന്റെ ഡീലും അവന്റെ കാര്യങ്ങളുമായിട്ട് അടിച്ച് സുഖിച്ച് ജീവിക്കുന്നു. എന്നിട്ട് വന്ന് അവൻ ആ വീട്ടിൽ പോയി അവരെയൊക്കെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഷോ കാണിക്കുന്നു. ഇവൻ എന്താണ് വിചാരിച്ച? കോൺഗ്രസ് എന്താണെന്ന് വിചാരിച്ചവൻ? കോൺഗ്രസ് അവന്റെ കുടുംബ സ്വത്താ? ഇവന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയ സ്ത്രീധനത്തിലുണ്ടാക്കിയ പ്രസ്ഥാനമാണോ ഇത്? നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അവൻ ഈ കേരളത്തില് കോൺഗ്രസിന്റെ ഒരുപാട് മുതിർന്ന നേതാക്കന്മാരുണ്ട്, ആരും ഒരക്ഷരം മിണ്ടുന്നില്ല. ഇപ്പോഴുണ്ടെന്ന് പറയുന്ന ഏറ്റവും തലമുതിർന്ന നേതാവ് AK ആന്റണിക്ക് ഒരക്ഷരം മിണ്ടാനൊക്കത്തില്ല. അയാളുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയത് എന്താണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു തോന്നല്, മകനെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആക്കണം, അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആക്കണം. അവസാനം ആ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ. മറ്റൊന്ന് നമുക്ക് നന്നായിട്ടറിയാം, K കരുണാകരൻ കോൺഗ്രസിന്റെ എല്ലാമായിരുന്ന K കരുണാകരനും കുടുംബവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു പോയവരാണ്. പക്ഷേ ആ കുടുംബം തിരിച്ചു വന്നപ്പോഴും കോൺഗ്രസ് അതിന്റെ പാരമ്പര്യവും മഹാത്മ്യവും കണക്കിലെടുത്ത് അത് ഉൾക്കൊണ്ട് രണ്ട് കൈയും നീട്ടി കരുണാകരനെയും കുടുംബത്തെയും കോൺഗ്രസിലേക്ക് ജനങ്ങൾ സ്വീകരിച്ചു. പക്ഷെ ഇപ്പൊ നമ്മൾ എന്താ കാണുന്നത്? കോൺഗ്രസിന്റെ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച് ഈ പറയുന്നതിനേക്കാൾ കൂടുതൽ വളരെ മോശമായ സംഭവങ്ങൾ ഒരുപക്ഷെ കരുണാകരന്റെ സ്ഥാനത്ത് കരുണാകരന്റെ വീട്ടിലായിരിക്കും ഉണ്ടായിരുന്നിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, രമേശ് ചെന്നിത്തലയും തുടങ്ങിയ പലരും കരുണാകരന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ അവിടെ തന്നെ താമസിച്ച് ഉല്ലസിച്ച് കരുണാകരന്റെ ലാളനത്തിലും എല്ലാ സഹായത്തിലും കോൺഗ്രസിന്റെ എല്ലാമായി ഇങ്ങനെ വളർന്ന് വന്ന് ആ സമയത്ത് ഈ പറയുന്ന കരുണാകരൻ വളരെ കൃത്യമായിട്ട് അറിയാമല്ലോ അച്ഛന്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന്റെ പിന്നാലെ
അച്ഛനെ സ്നേഹിക്കുന്നവർ, കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവർ, ഇവരൊക്കെ ആ വീട്ടിൽ ചെന്നപ്പോ മാത്രം നന്നായിട്ട് എല്ലാവരും പെരുമാറിയെന്ന് വിശ്വസിക്കുന്ന കേരളമൊന്നും അല്ല ഇവിടെ ഉള്ളത്. അനിൽ ആന്റണിയും പോയിട്ട് ഈ കേരളത്തിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു ദുഃഖവും ഇല്ല. അനിൽ ആന്റണി പോയി, വളരെ സന്തോഷം. ഈ വേസ്റ്റ് സാധനങ്ങളൊക്കെ പോകട്ടെ എന്ന് സന്തോഷിച്ച് അതെല്ലാം ഉൾക്കൊണ്ട് വളരെ സന്തോഷത്തോടെ എവിടെങ്കിലും പോകട്ടെ. നമ്മളുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ വി ഡി സതീശൻ പറഞ്ഞു കൊടുത്ത് വിശ്വസിച്ച കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർക്കും മാത്രം അറിയാവുന്ന ആ ഒരു സംഭവം വെച്ചോണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വറുത്തുകോരി പുറത്തു കളഞ്ഞു. അതുകൊണ്ട് ഈ കേരളത്തിലെ കോൺഗ്രസിനും ജനാധിപത്യ വിശ്വാസികൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും 3.5 കോടി ജനങ്ങൾക്കും ആവശ്യമില്ലാത്ത ഒരു വള്ളിച്ചൊറിയണമാണ് ഈ വി ഡി സതീശൻ. അവന്റെ അടുത്ത് പോലും ചെന്ന് നിൽക്കരുത്. ഇപ്പൊ കാണുന്നുണ്ട്, ഇന്നലെയും അവൻ പത്രക്കാർക്ക് അവരോട് സംസാരിക്കുമ്പോ പുറവശം കുറെ പാവത്തങ്ങള് അന്ധമായി നിപ്പോണ്ട് നമ്മുടെ സഹോദരങ്ങള്. ആ സഹോദരങ്ങളൊന്ന് മനസ്സിലാക്ക്. ഒരിക്കലും ഈ വി ഡി സതീശന്റെ പിന്നിൽ നിങ്ങൾ നിൽക്കരുത്. അടുത്ത തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇവനാണ് കേരളത്തിൽ UDF-ന് നേതൃത്വം കൊടുത്ത് പ്രചരണത്തിനിറങ്ങുന്നതെങ്കിൽ ഒരു കാരണവശാലും കേരളത്തിൽ UDF-ന് അധികാരത്തിൽ വരാൻ പറ്റത്തില്ല എന്ന് UDF-ന്റെ ഘടകകക്ഷികളായ കോൺഗ്രസ് ഒഴിച്ചു ബാക്കിയുള്ള ഘടകകക്ഷികളും അതിന്റെ നേതാക്കന്മാരും വളരെ പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട് വളരെ വ്യക്തമായ ഒരു നിലപാടെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ താമസിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുമ്പിൽ പല വഴികളുമുണ്ട്. ആ പല വഴികളെന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്, ഇവരൊക്കെ പശ്ചിമ ബംഗാളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ജീവിതത്തിൽ ഒന്നും ഇല്ലാതിരുന്ന വെറും പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും വളർന്നു വന്ന ഒരു വനിത മമതാ ബാനർജിയെ കുറിച്ച് ഈ നേതാക്കന്മാരൊന്ന് ചിന്തിക്കണം. 30-35 വർഷക്കാലം പശ്ചിമ ബംഗാളിൽ CPM-ന്റെ ആധിപത്യത്തിൽ ഭരണം നടന്നു പോകുന്ന കാലഘട്ടത്തിൽ കുമാരി മമതാ ബാനർജി കോൺഗ്രസിന്റെ, ഇന്ന് രാഹുൽ മാങ്കൂട്ടം കേരളത്തിൽ എങ്ങനെയാണോ ജനങ്ങൾ മനസ്സിൽ കാണുന്ന അതേപോലെ പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ മമതാ ബാനർജിയിൽ ഒരു കോൺഗ്രസ്സുകാരി എന്നുള്ള രീതിയിൽ സ്നേഹിച്ചു വന്ന കാലഘട്ടത്തിൽ അവിടെ കോൺഗ്രസുമായിട്ട് പിണങ്ങി മാറേണ്ട ഒരവസരം വന്നപ്പോ മമതാ ബാനർജി പിന്നീടെടുത്ത നിലപാടുകൾ കയ്യിൽ കൈമുതലായി യാതൊന്നുമില്ലാതിരുന്ന മനസ്സിൽ മാത്രം നിശ്ചയദാർഢ്യവും ആ ലക്ഷ്യബോധത്തിലേക്കുള്ള മമതാ ബാനർജിയുടെ തീരുമാനവും ഇന്ന് എവിടെ വന്നെത്തി? പശ്ചിമ ബംഗാളിനെ CPM-നെ പൂർണ്ണമായും ഇല്ലാതാക്കി കോൺഗ്രസിനെ മര്യാദ പഠിപ്പിച്ചു. അവിടെ CPM-നെയും BJP-യെയും കോൺഗ്രസിനെയും മര്യാദ പഠിപ്പിച്ച് പശ്ചിമ ബംഗാളിൽ ഒരു കോൺഗ്രസ്സുകാരി ഒരു തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കിയെങ്കിൽ കേരളത്തിൽ ഇന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഈ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഈ കോൺഗ്രസ് നേതൃത്വം എടുത്ത തീരുമാനം, ആ തീരുമാനത്തിന് മറുപടിയായി രാഹുൽ മാങ്കൂട്ടം ഒരു തീരുമാനമെടുത്താൽ ഇന്ന് കേരളത്തിൽ മറ്റൊരു തൃണമൂൽ കോൺഗ്രസ് വേണമെന്നല്ല പറയുന്നേ, ഒരു നവയുവ കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടം നേതൃത്വം കൊടുത്താൽ തീർച്ചയായിട്ടും കേരളത്തിൽ കണ്ടും കേട്ടും അനുഭവിച്ചും മടുത്ത ജനങ്ങളുടെ ഒരു വലിയ കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നിൽ അണിനിരക്കും. ആദ്യം തങ്ങളുടെ ന്യൂസ് ചാനലിനോട് തന്നെ ഒരു നന്ദി പറയട്ടെ. പിന്നെ രാഹുലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രാഹുലിന് നല്ലൊരു കഴിവുള്ള യുവ നേതാവാണ് രാഹുൽ. ആ രാഹുലിന് ഇങ്ങനെ ഒരു സ്ത്രീയുടെ ആരോപണം കൊണ്ട് അവന്റെ പാർട്ടിയും മറ്റുള്ള 2 പാർട്ടിയും കൂടെ കൂടിയിട്ട്, അതായത് ത്രികോണ പാർട്ടികൾ ചേർന്നിട്ട് അവനെ കുരിശിലേറ്റുന്നത് ഈ സമൂഹത്തിന് നാളെ ഭയങ്കര വെല്ലുവിളി ഉയർത്തും. ഇത്രയും കഴിവുള്ള ഒരുത്തനെ, നല്ലൊരു നിലയിൽ നിൽക്കണ ഒരുത്തനെ ഒരു കാര്യമില്ലാതെ ഏതോ ഒരു പീറ പെണ്ണുമ്പിള്ള എന്തോ വന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് ഒരു തെളിവില്ല, ഒന്നുമില്ലാതെ ഇത്ര ചവിട്ടി താഴ്ത്താൻ പാടുണ്ടോ? നമ്മുടെ സമൂഹത്തിലെ ആൺപിള്ളേർക്ക് ജീവിക്കണ്ടേ? കുറെ പെണ്ണുങ്ങൾ തുണിയിലാണ്ടും കൂടെ ഇറങ്ങും, കുറച്ച് പുട്ടിയിട്ട് കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ തേച്ചിട്ട്. പിന്നെ രാഹുലൊരു ആൺകുട്ടിയാണ്, അവന്റെ പ്രായവും കൂടെ മനസ്സിലാക്കണം. അവന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ശിക്ഷിക്കണം എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ ശിക്ഷിക്കാവുള്ളൂ. അവൻ ചിലപ്പോ പ്രേമിച്ചിട്ടുണ്ടാവും, അവര് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഫിസിക്കൽ റിലേഷൻ ഉണ്ടായി കാണുമായിരിക്കും, ഇല്ല എന്നൊന്നും പറയണില്ല. ഇത് ഏത് പിള്ളേരിലാണ് ഇത് നടക്കാത്തത്? ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച്. അത് തന്നെയല്ല പാർട്ടിയിൽ വന്നതിന് ശേഷമുള്ള ഒരു പ്രശ്നവുമല്ല അത്. ഇന്ന് അവന് 36 വയസ്സുണ്ടെങ്കിൽ 4 വർഷം മുന്നേ അവന് എത്ര വയസ്സുണ്ട്? 32 വയസ്സേ ഉള്ളൂ. ആ പ്രായത്തില് അവനൊരു പെണ്ണിനെ മോഹിക്കാൻ പാടില്ലേ? അവളുടെ സമ്മതത്തോടു കൂടിയാണല്ലോ മോഹിച്ചത്. അല്ലാതെ അവനെ
അവള് അവൻ അവളെ പിന്തുടർന്ന് ദ്രോഹിച്ച് ഒന്നും കസ്റ്റഡിയിലാക്കിയതല്ലല്ലോ. അവൾ അന്തസ്സുള്ളവളാണെങ്കിൽ അതിന് അവൾ ഈ വന്ന് വെച്ച് അല്പവസ്ത്രധാരിയായിട്ട് വന്ന ആളുകളുടെ മുമ്പിൽ കാണിച്ചു വെച്ച് അവള് നിന്ന് ഇളിച്ചോണ്ട് പറയുന്നുണ്ടല്ലോ, എന്നോട് അങ്ങനെ പറഞ്ഞു, ഇത് നോക്കിക്കോ, എവിടെ വേണേലും പൊക്കോ, ഞാൻ നോക്കിക്കോളാം. അവളെ പറയുമ്പോ തന്നെ അറിയാം അവള് പീഡിപ്പിക്കപ്പെട്ട് അത്ര മാനസിക വ്യതയുള്ള ഒരു സ്ത്രീയാണെങ്കിൽ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. അങ്ങനൊന്നും ഒരു സ്ത്രീക്ക് പറയാൻ പറ്റില്ല. ഇവള് മാത്രമല്ല ഈ ലോകത്തെ പെണ്ണുങ്ങളുള്ളൂ. അല്ലെങ്കിൽ ആണുങ്ങളുടെ പേരിൽ ആരോപണം കൊണ്ട് തന്നെ പെണ്ണുങ്ങൾ മാത്രമല്ല, എല്ലാ പെണ്ണുങ്ങളും ഞാൻ പറയുന്നത്. ഈ ഇടയായിട്ട് കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇവര് മാത്രമല്ല ഈ ലോകത്തെ പെണ്ണുങ്ങളുള്ളൂ. പെണ്ണുങ്ങൾക്ക് ഇവിടെ സ്വാതന്ത്ര്യമായിട്ടും സമാധാനമായിട്ടും ജീവിക്കണം, അത് സത്യമായ ഒരു കാര്യമാണ്. പക്ഷെ ആ ഒരു നിയമം, പെണ്ണുങ്ങൾക്ക് അനുകൂലമായ നിയമത്തെ ഇങ്ങനെ വളച്ചൊടിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തെ ഭാവി നശിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഓരോ സ്ത്രീയുടെയും പേരിൽ വ്യക്തമായിട്ട് കേസെടുക്കുകയും അതിനു വേണ്ടിയിട്ട് പൊതുജനങ്ങൾ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യണമെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. നല്ല കഴിവുള്ള ഒരു പയ്യനാണ് രാഹുല്. അത്രയും കഴിവുള്ള പയ്യൻ ആരവിടെ ഉള്ളത്? ഈ പാർട്ടിയിലെ കോൺഗ്രസിന്റെയോ കമ്മ്യൂണിസ്റ്റിന്റെയോ BJP പാർട്ടിയിൽ വേറെ ആരാ ഉള്ളത്? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് CPM പാർട്ടിക്കും തെറിയും തോന്നിയവാസം അല്ലാണ്ട് ഇവരിപ്പോ അവർക്ക് ഇഷ്ടമല്ലാത്ത എന്തൊരു കമന്റ് വന്നാലും അവരെ കുടുംബം അടച്ചു തെറി പറയലാണ് ഇവരുടെ പണി. കോൺഗ്രസ് പാർട്ടിയിൽ ആണ് ഒരല്പമെങ്കിലും, ഞാനൊരു പാർട്ടിയുടെ ആളുമല്ല, പക്ഷെ അല്പമെങ്കിലും നമുക്കൊരു താല്പര്യം ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടിയിലാണ്. പക്ഷെ ഈ VD സതീശനൊക്കെ ചെയ്യുന്നത് എത്ര ചെറ്റത്തര കാണിക്കണത്. കൂടെ നിന്ന് നല്ല കഴിവുള്ള ഒരു പയ്യനെ, ഇനി എന്തെങ്കിലും രാഹുലിന്റെ പ്രായത്തിലേക്കൊന്നും VD സതീശന് വരാൻ പറ്റില്ല. ഇവരൊക്കെ ഒരു ജീവിതത്തിൽ ഒരു പണിയും ചെയ്യാണ്ട് ഇവര് സുഖം അനുഭവിച്ച് ഇനി മുന്നോട്ട് അവരുടെ കാലം കഴിയുമ്പോഴത്തേ അവരുടെ സന്താന പരമ്പരകൾക്ക് 10-20 തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് അവരുണ്ടാക്കി വെച്ചിട്ട് ഈ സമൂഹം നശിച്ചു പോകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. താഴ്ന്നു കിടക്കണവൻ എന്നും താഴ്ന്നു കിടക്കട്ടെ. രാഹുലിന്റെ ഓരോ റീൽസ്, ഓരോ പൊതുസമൂഹത്തിലുള്ള സംസാരം കേട്ടാൽ തന്നെ ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും രാഹുൽ നന്നായിട്ട് പഠിച്ചിട്ട് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത്. അവനെ പോലെ കഴിവുള്ള ആരാണുള്ളത്? ആരുമില്ല. എന്നിട്ട് ഇവൻ കൂടെ നിന്നുണ്ട് കുതികാല് വെട്ടിയത് ഈ VD സതീശന് യോജിച്ചതല്ല. അത് VD സതീശന്റെ അധപ്പതനത്തിലാണ്. പേരെടുത്ത് പറഞ്ഞ് തന്നെ സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം ഞാനൊരു പാർട്ടിയുടെ അടിമയല്ല. അതുകൊണ്ട് എനിക്ക് സ്വതന്ത്രമായിട്ട് പറയാം. ഇനി ഈ രാഹുലിന് വേണ്ടിയിട്ട് സ്ത്രീകൾ ഇറങ്ങിത്തിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒപ്പം ഞാനുണ്ടാവും. കാരണം ഇന്ന് രാഹുലിനാണെങ്കിൽ നാളെ മറ്റൊരു പയ്യന് വരും. അത് അനുഭവിച്ചു കിടക്കാൻ പറ്റില്ല. നമ്മുടെ പിള്ളേര്, ഈ കേരളത്തിലെ മക്കൾ നമ്മുടെ സ്വന്തം മക്കളാണ് എല്ലാവരും. അവർക്ക് തെറ്റും കുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ഈ കമ്മ്യൂണിസ്റ്റുകാർ കിടന്ന് അവിടെ കിടന്ന് ഇവർക്ക് പറയാൻ എന്ത് യോഗ്യതയുണ്ട്? എന്തെല്ലാം മോശപ്പെട്ട കാര്യങ്ങളായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഇപ്പൊ MLA ആയിരിക്കണ മുകേഷും ഗണേശനൊക്കെ കാണിച്ചു വെച്ചുകൊണ്ടിരിക്കണത് അത് തന്നെയാ. ആർഷ എന്താ കാണിക്കണത്? എത്ര ഏതൊരു പാർട്ടിനെ എടുത്തു നോക്കിയാലും സ്വപ്ന സുരേഷ് തെളിവ് സഹിതം എന്തെല്ലാം പറഞ്ഞു. ഇതൊക്കെ ആരെങ്കിലും മുഖവിലേക്ക് എടുത്ത് ഇവരിതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുവാണെങ്കിൽ രാഹുലിനെ കുരിശിലേറ്റാൻ ഇവർക്ക് പറ്റുമോ? ഒരു അല്പമെങ്കിലും മര്യാദ ഈ പാർട്ടികൾക്ക് ഉണ്ടെങ്കിൽ കുറ്റം ചെയ്തവനെ ശിക്ഷിക്കണം. ഇപ്പൊ പറയണ കേട്ടണെങ്കിൽ ഈ കേരളത്തിൽ ഉണ്ടായ പിള്ളേര് മൊത്തം രാഹുലിന്റെ ആണെന്ന് തോന്നും. ഉണ്ടായേക്കണം മൊത്തം പിള്ളേരും രാഹുലിന്റെ ആണെന്ന് തോന്നി ഇവര് വിമർശിക്കണ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ എങ്ങനെ നശിപ്പിക്കാൻ, ഇത്രമാത്രം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ പാർട്ടിക്കാരെ ഒരൊറ്റ പാർട്ടിനും ഇവിടെ നിലനിർത്താൻ കൊള്ളില്ലാത്തതാ. ഇനി ഒരു പുതിയ പാർട്ടി വന്നാലാണ് ഈ കേരളം ഇനി രക്ഷപ്പെടുകയുള്ളൂ. അല്ലാതെ ഒന്നും കേരളം രക്ഷപ്പെടാൻ പോണില്ല. പക്ഷെ എന്തായാലും 100%അല്ല, പിന്നെ 1000% രാഹുലിന് ഫുൾ സപ്പോർട്ടാണ്. അത് ഈ സ്ത്രീകളെ ഏറ്റെടുക്കുക തന്നെ വേണം. ഞങ്ങൾക്കും മക്കളുണ്ട്. ഇനിയുള്ള മക്കൾ വളർന്നു വരണം. കുറെ പെണ്ണുങ്ങൾ തുണി അഴിച്ചിട്ട് എന്തും കാട്ടാന്ന് വിചാരിച്ച് പുറത്തിറങ്ങി വന്നാൽ അവളെയൊക്കെ ശരിക്കും അവളെ കേസിൽപ്പെടുത്തേണ്ടതാ. അവൾക്കൊന്നും കേസുമില്ല. അവള് പ്രസവിച്ചതിന്റെ ഒരു വിഷമമില്ല, അബോർഷൻ നടത്തിയതിന്റെ വിഷമമില്ല, ഒന്നുമില്ല. പിന്നെ അവളെ എന്ത് പരാതി അവള് പറയണം? നമുക്ക് തെളിവ് കൊണ്ടുവന്ന് ആ ചെക്കനെ പൂട്ടാൻ പാടില്ലേ? ഇവിടെ തെളിവ് കൊണ്ടുവരുന്നതിന്റെ 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള പെണ്ണുങ്ങളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ നാവ് പോലും പുഴുത്തുപോകൂലേ? അപ്പൊ രാഹുൽ ആരാ? രാഹുലിനെ കുറിച്ച് ഇവർക്ക് പറയാൻ എന്ത് യോഗ്യതയുണ്ട്? മുതുക്ക് എന്ന ആൾക്കാർ വരെ പെണ്ണുങ്ങളുടെ മേത്ത് കൈവയ്ക്കുന്ന ആൾക്കാരായിരുന്നു പാർട്ടിക്കാരിലുള്ളത്. ഇനി രാഹുലിനെ കുറിച്ച് ഇത്രയും മോശമായിട്ട് സംസാരിക്കണ ആ പയ്യൻ വളർന്നു വരാൻ പാടില്ല എന്ന് ഏറ്റവും നിർബന്ധമുള്ള കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയാ. കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന VD സതീശൻ തന്നെയാണ്.
അത് അന്ന് ആ നാടകം കളിച്ചപ്പോൾ തന്നെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. വി.ഡി. സതീശൻ മിടുക്കനായി ഓർത്തിരിക്കണ്ട. സാറേ, ഞാൻ ചങ്ങനാശ്ശേരി നിന്ന് പ്രസന്നകുമാറാണ്. എനിക്ക് തോന്നുന്നതേ, ഈ വി.ഡി. സതീശൻ ഇത് സ്വന്തം നിലയ്ക്ക് സൃഷ്ടിച്ച ഒരു സംഗതിയാണ്. ആ പെണ്ണെ കൂട്ടുപിടിച്ച് രാഹുലിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തെ. രാഹുൽ തകരുമ്പം ഓട്ടോമാറ്റിക്കലി അത് ഷാഫിയും ബാധിക്കുമല്ലോ. മിടുക്കന്മാരെ അങ്ങനെ മുന്നോട്ട് കയറ്റി വിടണ്ട. അത് ഇവൻ്റെ ക്രിയേഷൻ തന്നെ, ഇവൻ തന്നെ നിർമ്മിച്ചെടുത്ത ഒരു സംവിധാനം ചെയ്തൊരു കലാപരിപാടിയാണ്, ഒരു സംശയവുമില്ല. അപ്പോൾ ഇവിടെ സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞൊരു ഒരു വനിത കൃത്യമായി പിണറായിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ത്രീയാണ്. നമുക്കെല്ലാം കഥകൾ അറിയും. അപ്പോൾ ആ സ്ത്രീ പുറത്തിറങ്ങി വന്ന് കുറേ സത്യങ്ങൾ വെളിപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് സെക്രട്ടറി അന്ന് രാജിവെക്കേണ്ടി വന്നു. അയാളെ പിന്നീട് അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു. ഒക്കെ നമുക്കറിയും കഥകൾ. അത് സ്വപ്നയുടെ വെളിപ്പെടുത്തലുകൾ സത്യമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് അതിൻ്റെ മേലെ കേസ് വരികയും തെളിവ് എടുക്കുകയൊക്കെ ചെയ്ത് അന്വേഷിച്ച് തെളിവെടുത്ത് കുറ്റം തെളിയിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പിന്നെ ജയിലിൽ വരെ കിടക്കേണ്ടി വന്നത്. അപ്പോൾ അതേ സ്വപ്ന സുരേഷ് അതിനോട് കൂട്ടിച്ചേർത്ത് തന്നെ കുറേ ആൾക്കാരെ പ്രതിയാക്കി കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നമുക്കറിയാം ഭരണപരമായ കാര്യങ്ങൾ, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുടെ കൂട്ടത്തിൽ പെൺകേസും നിരവധി നേതാക്കന്മാരെ പറ്റി, മന്ത്രിമാരെ പറ്റി, MLA-മാരെ പറ്റി ഒക്കെ വെളിപ്പെടുത്തി. അപ്പം ഒരു ചീഫ് സെക്രട്ടറിയുടെ പേരിൽ മാത്രം നടപടിയെടുത്ത് അയാളെ അറസ്റ്റ് ചെയ്ത് അകത്തിടേണ്ടി വന്നെങ്കിൽ മറ്റുള്ളവരുടെ പേരിൽ ആരോപണം ശരിയാണല്ലോ. സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയ ആരോപണങ്ങൾ ശരിയാണല്ലോ, സംശയമില്ലല്ലോ. ഇവരാരും അതിനെതിരെ കേസും കൊണ്ട് പോകുമെന്ന് പറഞ്ഞതല്ലാതെ, അന്നത്തെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ അടക്കം കേസും കൊണ്ട് പോകുമെന്ന് പറഞ്ഞതല്ലാതെ പോയില്ലല്ലോ. അവർക്കെതിരെ ഒരു കേസിനും ആരും പോയില്ല. കൃത്യമാണ്, വീട്ടിൽ കയറ്റാൻ കൊള്ളരുതാത്ത ഒരു കടകംപള്ളി, ഇവരൊക്കെ ഇപ്പോഴും വിലസുമല്ലേ നേതാക്കന്മാരായിട്ടും MLA-മാരായിട്ടുമൊക്കെ. മുകേഷിൻ്റെ കാര്യം പറയുമ്പം എന്താ ഗോവിന്ദൻ പറയുന്നത്? മുകേഷിൻ്റെ വ്യാപ്തി അവൻ മെഴുകി വെച്ചടച്ചു കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിപ്പം വലിയ വ്യാപ്തിയുള്ള പരാതിയൊന്നും അല്ല. ഇത് രാഹുലിൻ്റെ ആ വ്യാപ്തി ആഴവും ഭയങ്കരമാണ്. അപ്പം അങ്ങനെ പറഞ്ഞ് തള്ളുമ്പം കേട്ട് വരുമ്പോൾ ഈ ചാനലുകാർക്ക് പോലും LDF-ൻ്റെ നേതാക്കന്മാരൊക്കെ സംശുദ്ധരാണോ സംശയമാണ്. പിന്നെ കാരണം ആ പരാതി അന്തരീക്ഷത്തിൽ അങ്ങനെ മുഴങ്ങുന്നില്ല. ഇതല്ല, ഇത് രാഹുലിന് കേട്ട് കഴിഞ്ഞാൽ പ്രതിപക്ഷക്കാരും ഒന്നും പറയേണ്ട കാര്യമില്ല. ഈ ചതീച്ചൻ്റെ ദിവസേനയുള്ള പ്രസ്താവന തന്നെ മതിയല്ലോ. ഇവൻ ആരാന്നുള്ളത് ഇവനെ മനസ്സിലാക്കി കൊടുക്കണം. ഇവനൊരു പുഴു പോലും അല്ലെന്നുള്ളത് ഇവനെ മനസ്സിലാക്കി കൊടുക്കണം. 5-8 മാസമല്ലേ ഉള്ളൂ ഇനി തെരഞ്ഞെടുപ്പ് വരാൻ. കേരളത്തിലെ കോൺഗ്രസ്സുകാർ, ആർജവമുള്ള ഒറ്റ കോൺഗ്രസ്സുകാർ ഇവൻ്റെ പെട്ടിക്കകത്ത് ഒരൊറ്റ വോട്ടിട്ട് കൊടുക്കരുത്. ഇവനെ വട്ടപൂജയാക്കി മാറ്റി പുറത്തെഴുതി അന്ന് വേണം ഇവനിട്ട് ഞൂണ്ട് കൊടുക്കാൻ. ശരിക്ക് വൃത്തികെട്ടവൻ. അതുപോലെ തന്നെ ചണ്ടിത്തല വിരട്ട് പൗഡറൊക്കെ ഇട്ട് പിന്നെ മുടിയും കറുപ്പിച്ചേ പിന്നെ ഈ പണ്ടത്തെ വീടുകളുടെ തറ ചാണകം മെഴുകുന്ന മാതിരിയാണ്. കരി കൂട്ടി അമ്മമാർ പിന്നെ തറ ചാണകം മെഴുകിയിടുമായിരുന്നു പണ്ടത്തെ വീടുകൾക്ക്. അതേപോലെ രണ്ടെണ്ണവും തല നിറച്ച് കരിയും കോരി വാരി തേച്ച് പൗഡറും ഇട്ട് വെളുക്ക ചിരിച്ചിങ്ങനെ വരും. ഇവിടെ കേരളത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് സാറേ. കറണ്ട് ബില്ല് എത്ര? വെറും ഒരു 300-350 രൂപ കൊടുക്കുമ്പോൾ തന്നെ ഹൃദയം പൊട്ടിയിരുന്ന നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആ സ്ഥാനത്ത് 3000 രൂപ വരെ ആയി കറണ്ട് ബില്ല്. അതേ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അത്രയും ബൾബുകൾ മാത്രം കത്തിക്കുന്നു. ഇപ്പം ഞാൻ നിൽക്കുന്ന എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ വൈഫും ഉള്ളൂ. ഞങ്ങൾ ഇരിക്കുന്നിടത്ത് 2 ബൾബ് ഇടും, പുറത്തേക്കൊരു ബൾബ് ഇടും, 3 ബൾബ് കത്തിക്കുന്നു. ഒരു ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നുണ്ട്, മോട്ടർ വല്ലപ്പോഴും ഇച്ചിരി വെള്ളം അടിക്കും, ഒരു TV കാണും. ഇതൊക്കെ അല്ലാതെ വേറെ ഇവിടെ നമ്മുടെ പിന്നെ വറുത്ത് പൊടിക്കുന്ന മില്ല് പ്രവർത്തിക്കുന്ന യാതൊരു യന്ത്രങ്ങളും ഇവിടെ ഇല്ല. AC ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ മഴയും തണുപ്പുള്ളപ്പോൾ AC ആരും ഇടത്തില്ലല്ലോ. അപ്പം അന്നേരവും വരും 3000-അടുത്ത ബില്ല്. ആരുണ്ട് ഇവിടെ ചോദിക്കാൻ? പ്രതിപക്ഷത്തൊരു നേതാവൊന്നും വേണ്ട, പ്രതിപക്ഷത്തൊരു വാഴയെങ്കിലും വേണമല്ലോ ഒരു ഇല അനക്കാൻ. അതുപോലും ഇല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ. ഇവൻ എന്ത് അവകാശമാണ് പ്രതിപക്ഷ നേതാവാണെന്നും പറഞ്ഞിരിക്കാൻ? എൻ്റെ മോനെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വിളിക്കാതിരിക്കാൻ പറ്റിയല്ലോ ഇവനെ. അതുപോലെ എന്തെല്ലാം റോഡിൻ്റെയൊക്കെ അവസ്ഥ എന്താ?
ഹൈവേ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പിന്നെ പ്രാദേശിക റോഡുകളുണ്ടോ ഒരു സൈക്കിളെങ്കിലും കൊണ്ടു നടക്കാൻ? ഇവൻ ഇതൊക്കെ പറഞ്ഞിട്ട് ആളെ കൂട്ടി ഈ സമയത്ത് ഈ ചെറുപ്പക്കാർ പിള്ളേരെ കൂട്ടി പദ്ധതികൾ അങ്ങനെ ഇട്ട് കൊടുക്കണ്ടേ? ഈ ഭരണത്തിനെതിരെ ജനങ്ങളെ പിന്നെ ബോധവൽക്കരിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ. അതൊന്നും അല്ല അവൻ ചെയ്യുന്നത്. അവൻ പൈങ്കിളി കഥയും കൊണ്ട് ഇറങ്ങിയിരിക്കുക തെണ്ടിയുടെ മോൻ. അവനെ കാണിച്ചു കൊടുക്കണം, അതാ വേണ്ടത്. അപ്പം പിന്നെ ഒരു 3-4 ഡസൻ പിള്ളേർ, 45 വയസ്സ് താഴെ പ്രായമുള്ള ഒരു 4 ഡസൻ പിള്ളേരെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതിൽ മാത്യു കുഴൽനാടൻ എത്ര വയസ്സുണ്ടെന്ന് എനിക്ക് അറിയുകയില്ല, എങ്കിലും അദ്ദേഹം ഒരു യുവാവാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ നല്ലൊരു യുവാവാണ്. അദ്ദേഹത്തിൻ്റെ വാദങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി മുട്ടുമടക്കിയില്ലേ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ അസംബ്ലിയിൽ സധൈര്യം എണീറ്റ് നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ ആ മനുഷ്യനല്ലേ ഉണ്ടായുള്ളൂ. അതോടുകൂടിയാണല്ലോ ഇവൻ കുറച്ച് ആടി ഒലഞ്ഞത്. ഈ പിണറായി കുറച്ച് ആടി ഒലഞ്ഞത് അതോടുകൂടിയാണല്ലോ. കുടുംബത്തിൻ്റെ കഥകൾ ഫുള്ളായി പുറത്തു വന്നു. PT തോമസ് സാർ അത് പറഞ്ഞിരുന്നു, ശരിയാണ്. പക്ഷെ അദ്ദേഹം ഇല്ലല്ലോ. പിന്നെ അത് ഏറ്റു പറയാൻ വേറൊരു നാവുണ്ടായില്ലല്ലോ. ഇവന്മാരൊക്കെ ഉണ്ടല്ലോ അസംബ്ലിയിൽ. ഇവൻ ഇങ്ങനെ ചിക്കിടി മേടിച്ച് അടിച്ചിങ്ങനെ മൂഞ്ചിക്കൊണ്ട് നടക്കുക നായെ. അതുകൊണ്ട് ഇവനെയൊക്കെ കാണിച്ചു കൊടുക്കണം. 8 മാസം കഴിയുമ്പോഴത്തേക്ക് വരുമല്ലോ. ഈ വടിച്ചെന്നൊക്കെ അവിടെ നിൽക്കും. ഈ ഒരു കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പയ്യൻ വീട്ടുമുറ്റത്തുള്ളവൻ, അവനെ 2-2.5 കൊല്ലം മുന്നേ അവൻ്റെ വീട്ടുമുറ്റത്തുള്ള പോലീസ് സ്റ്റേഷനിൽ, അവൻ്റെ എന്ന് ഉദ്ദേശിച്ച് ഇവൻ്റെ ഈ ചതീച്ചൻ്റെ ദൂരമല്ലല്ലോ ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനൊന്നും. അവിടെ നടന്നൊരു സംഭവത്തിൽ ഇനി ഒരു പ്രതിപക്ഷ നേതാവിന് കേരളത്തിൻ്റെ ഏത് മുക്കിലുള്ള പോലീസ് സ്റ്റേഷനിൽ നടന്നാലും ഇറങ്ങിച്ചെന്ന് അന്വേഷിക്കാമല്ലോ ഇതെന്താ ഇവിടെ നടക്കുന്നതെന്ന്. അന്ന് മുതലേ ഈ സംഭവം ഇത്രയും 2-2.5 കൊല്ലം നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അത് വേണമെങ്കിൽ നീയൊക്കെ നിൻ്റെ കാര്യം നോക്കിക്കോണം. ഞാനിവിടെ ഇങ്ങനെ എൻ്റെ കുപ്പായം ചുളിയാനൊന്നും പറ്റുകയില്ല. ഇത് ഖദറിൻ്റെ ഭയങ്കര തൂവെള്ള നിറമുള്ളതാണ്. ഇതിലൊന്നും പൊടി പറ്റാനൊന്നും എനിക്ക് സൗകര്യമില്ല. ഞാനിങ്ങനെ ഇരിക്കും. എനിക്ക് വേറെ നേതാക്കന്മാരുണ്ട് എന്നെ ഈ സ്ഥാനത്തിരുത്താൻ. ഇവനെ ഈ സ്ഥാനത്ത് പിടിച്ചിരുത്തുന്ന നേതാക്കന്മാർക്കൊക്കെ പണി കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. ഒറ്റയൊന്നും ജയിക്കണ്ട. ഭരണം കിട്ടിയാലേ വേണ്ടെന്നേ. ഒരു ടൈം കൂടെ കൊണ്ടുപോട്ട് പിണറായിയും കൂട്ടരും. അത് കഴിഞ്ഞാൽ ഇത് ക്ലീൻ ആവുമല്ലോ. അപ്പം ഇവന്മാരെ വാഷ് ഔട്ടാക്കണം ഈ പ്രസ്ഥാനത്തിൽ നിന്ന്. ഒരു കാരണവശാലും വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പം ഏതായാലും സാറിൻ്റെ ഈ ചാനൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട്, ജനങ്ങൾക്കിങ്ങനെ അഭിപ്രായം തുറന്നു പറയാനൊരു അവസരം കിട്ടിയത് കൊണ്ട് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിട്ടിരിക്കുന്നു. ഇല്ലെങ്കിലുണ്ടല്ലോ ഈ പരനാറി അവനെ MLA സ്ഥാനം വെപ്പിക്കും. മറ്റെല്ലാവരും കൂടെ കൂടും. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, പിന്നെ ഈ മുന്നണി കൺവീനറെ പറഞ്ഞു അത് MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് തുടരുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ആദ്യ ദിവസങ്ങളിൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ വികാരം അതല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് വേണ്ട കുഴപ്പമൊന്നുമില്ല, അസംബ്ലിയിലൊക്കെ വരാം, രാഹുലിന് വരാം എന്നും മാറ്റിയല്ലോ അഭിപ്രായം. അതെന്തുകൊണ്ടാണ്? അപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഇവൻ പറയുന്നത്. അവൻ പോയി വീട്ടിൽ ഉറച്ചു നിൽക്കട്ടെ, അവൻ്റെ വീട്ടിൽ പോയി ഉറച്ചു നിൽക്കട്ടെ. അവനെ ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് പുറത്തിറക്കരുത് റാസ്കലിനെ. എൻ്റെ പേര് സാറാമ്മ എന്നാണ്. ഞാൻ UK എന്നാണ് വിളിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, സുനിൽ ചെയ്യുന്ന ഈ സംരംഭം എനിക്ക് വളരെ സ്വാഗതാർഹമാണ്. ഞാൻ വളരെ ഇതിനെ അഭിനയിക്കുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതായത് പാവപ്പെട്ട സ്ത്രീകളുടെയും പ്രശ്നങ്ങൾ, എല്ലാ സഭയുടെ പ്രശ്നങ്ങൾ, എല്ലാം നല്ല നല്ല പ്രശ്നങ്ങൾ എടുത്തതെ അങ്ങേ അവിടുന്ന് വാരിക്കൂട്ടി. സുനിൽ ഒരുപക്ഷെ എൻ്റെ മകനാകാനുള്ള പ്രായമേ ഉള്ളൂ, എന്നാലും ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് സുനിലിനോട് വളരെ അഭിമാനം തോന്നുന്നുണ്ട്. കാരണം ഇപ്പം ഞാൻ ഇത് വിളിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഈ പെൺവേട്ടയിലൂടെ നമ്മുടെ കേരളത്തെ നശിപ്പിച്ചു കളയുന്ന നരാധമന്മാരെ ഒന്നടങ്കം ഇല്ലാതാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്ന് ഞാൻ ഒരു കക്ഷിയിലുമില്ല, ഒരു രാഷ്ട്രീയത്തിലും ഇല്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ ദൂരെ നിന്നുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ, നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ ശ്രദ്ധിക്കാറുണ്ട്, വില വയ്ക്കാറുണ്ട്. ഇന്ന് കേരളം വളരെ ഉന്നതിയിലെത്തുന്ന ഒരു കേരളമായി, ഏറ്റവും ഒരു വിദേശ രാജ്യങ്ങളെ പോലെ ആകേണ്ട ഒരു രാജ്യമാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കയ്യിലായിരുന്നു ഈ കേരളമെങ്കിൽ. ഇത്രയും ജനങ്ങൾ ഇന്ന് കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് കയറി പോകാതെ അദ്ദേഹം ആ കേരളത്തെ വികസിപ്പിച്ച് അവർക്ക് ജോലി കൊടുക്കുന്ന രീതിയിൽ ആ കേരളത്തെ കൊണ്ടുവരുമായിരുന്നു. യാതൊരു സ്വാർത്ഥതയുമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച മഹാനായ ഒരു വ്യക്തിയാണ്. അതായത് ക്രിസ്തു തുല്യനായ ഒരു വ്യക്തിയാണ്. സ്ത്രീ കേസിൽ
ജനം ഇത്രമാത്രം നാണം കെടുത്തി അദ്ദേഹത്തിന്റെ ഭരണം കയ്യിൽ നിന്ന് മേടിപ്പിച്ച് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ ജാഥ നടത്തി അദ്ദേഹത്തെ ആ കസേരയിൽ നിന്ന് എണിപ്പിച്ചു വിട്ട നരാധന്മാര് കേരളത്തിന്റെ ശാപമാണ്, കേരളത്തിന്റെ വളർച്ചയുടെ തടസ്സമാണ്, കേരളത്തെ നശിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേരെ ഇവർ തിരിഞ്ഞിരിക്കുന്നത്. ഈ സതീശനെയും ഈ പ്രായമായ വ്യക്തികളെ, രമേശ് ചെന്നിത്തല ഈ പ്രതിപക്ഷ നേതാവായിരുന്നു, ഒരു കാര്യമെങ്കിലും വേണ്ട രീതിയിൽ സഭയിൽ പ്രതിപക്ഷത്തിന് അഗൻസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടോ? വി എസ് അച്യുതാനന്ദൻ നേരായ ഒരു ഭരണാധികാരിയായിരുന്നു. പക്ഷേയെങ്കിലും വി എസ് അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടിയെ എത്ര മോശമായിട്ടാണ് ഓരോ പ്രതിപക്ഷ കാര്യങ്ങളും വലിച്ചു കീറി പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം നീതിമാനായിരുന്നു, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഭരണാധികാരിയായിരുന്നു, CPM-ന്റെ സമ്മതിച്ചിരിക്കുന്നു. പക്ഷേയെങ്കിലും ഒരു പ്രതിപക്ഷത്ത് നിന്നപ്പം എത്ര മോശമായിട്ട് വലിച്ചു കീറി പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഈ ചെന്നിത്തലയുടെ നാവ് അടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നോ? എന്തെല്ലാം കാര്യങ്ങൾ ശക്തമായി എതിർത്ത് നിൽക്കേണ്ടതുണ്ട്. പിന്നെ സതീശനായി. പക്ഷെ ഇവര് രണ്ടുപേരും ഇവര് ഒരു പ്രതിപക്ഷ നേതാവായിട്ടല്ല പ്രവർത്തിക്കുന്നത്. പിണറായിയുടെ ഗുണ്ടായുധത്തിന് കൂട്ടുനിൽക്കുന്ന രണ്ട് നരാധമന്മാരാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത്. എനിക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തോടോ ഞാൻ കേരളത്തിലെ രാഷ്ട്രീയത്തിലോ ഇല്ല. എന്നാലും ഞാൻ നോക്കി നിൽക്കുകയാണ് എന്റെ രാജ്യത്തിന്റെ ഭാവിയെ ഇങ്ങനെ തകർക്കുന്ന ഭരണാധികാരികളെ അല്ലെങ്കിൽ കുപ്പായിട്ട് നടക്കുന്ന തെണ്ടികളെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ച് തുരത്തി മാറ്റേണ്ടവരാണ്. അവരെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പൊ ഷാഫി പറമ്പിലാവട്ടെ, കുഴൽനാടനാവട്ടെ, മാങ്കൂട്ടമാകട്ടെ, ശ്രീ ചാണ്ടിയുമ്മനാകട്ടെ, ഇങ്ങനെ നല്ല എനിക്ക് ഇത്ര പേരൊക്കെ എനിക്ക് നല്ല പിള്ളേരെ ഇവരുടെയൊക്കെ കീഴിൽ നല്ലൊരു യൂത്ത് ഉണ്ട്, ഒരു യുവജനമുണ്ട്. കോൺഗ്രസിൽ എന്ന് മുതൽ അകത്ത് കിടന്ന് കളി തുടങ്ങിയേക്കണ ഓരോരും കസേരയ്ക്ക് വേണ്ടി മത്സര. ഒരു ജോസഫ് സാറ് കുറേ ഉണ്ട് ഇങ്ങനെ, അതിനകത്ത് കുറേ ഉണ്ട്. എനിക്ക് കസേര വേണം, ഞാനിത് കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിനെ അങ്ങോട്ട് നശിപ്പിക്കുക ഈ കോൺഗ്രസ്സുകാരിരുന്നോട് കാണിക്കണത്. ഇവന് എല്ലാം അടപടലം മാറ്റിവെച്ച് ഈ പിള്ളേരെ ഈ രാഷ്ട്രീയത്തിൽ വിവേകമുള്ളവരെ, അതായത് ഈ പണത്തിന് വേണ്ടി മാത്രം നടക്കാതെ പെണ്ണുങ്ങളെ പിടിക്കാനായിട്ട് നടന്നിട്ട് പെണ്ണുങ്ങളെ നശിപ്പിക്കുന്ന നരാധവന്മാരാണ് ഈ ചെന്നിത്തലയും ഈ സതീശനും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.